ഹായ് ഓൾ. ഇനി നമുക്ക് ഒരു റിവിറ്റിൽ നമ്മളെ ഈ വ്യൂസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു AR ഷീറ്റ്സ് എന്നിട്ട് ഇവിടെ ഒത്തിരി കാണുന്നുണ്ട്. ഡിസിപ്ലിൻ വൈസ്, നോട്ട് ഇൻ ഷീറ്റ്സ്, അങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ AR ഷീറ്റ്സ് എന്നുള്ളത് ഒരു വ്യൂ ഞാനിവിടെ ഒരു ഷീറ്റ് ബ്രൗസർ ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമുക്കിപ്പം ഈ ഷീറ്റിലോട്ട് പോകുന്ന സെക്ഷൻസ്, ടെമ്പററി സെക്ഷൻസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട്, വർക്കിംഗ് വ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ, സെക്ഷൻ ടെമ്പ്. അപ്പോൾ ഈ സെക്ഷൻ ടെമ്പിനെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു വ്യൂ കാറ്റഗറിയിലോട്ട് അത് ഓട്ടോമാറ്റിക്കലി പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വ്യൂ ഓൾ ആണിത്. ഇത് കാറ്റഗറൈസ് ചെയ്യാത്ത ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പം ആദ്യം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൊജക്ട് പാരാമീറ്ററിൽ പോയിട്ട് 2 പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തു. ഒന്ന് വ്യൂ കാറ്റഗറീസും ഒന്ന് വ്യൂ നെയിമും. അത് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തു. പ്രൊജക്ട് പാരാമീറ്ററോ അല്ലെങ്കിൽ ഷെയർഡ് ആണെങ്കിൽ ഷെയർഡ് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇത് ടെക്സ്റ്റാക്കി ആഡ് ചെയ്യാം. ഇവിടെ ഞാനൊരു വ്യൂ 1 കൊടുത്തു. ഇവിടെ ഇതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യണം, വ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നു. ഇതാണ് ആ പാരാമീറ്റർ ആഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഈ വ്യൂസും. ഇതിന് എഡിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ടെക്സ്റ്റ് അണ്ടർ ജനറൽ, ഇതിന് വ്യൂസ് ഷെയർഡ് പാരാമീറ്റർ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാറ്റഗറിയും ജനറൽ, ഹൈഡ്. ഓക്കെ, ഇത് ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കാറ്റഗറി ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് ബ്രൗസർ ഓർഗനൈസേഷൻ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഞാനൊരു ന്യൂ കൊടുക്കുകയാണ്. ന്യൂ ടെസ്റ്റ് ഷീറ്റ്സ്. ഇത് നിങ്ങളെ കമ്പനി റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് പേരും ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തു ഫിൽട്ടർ ഗ്രൂപ്പിങ്ങിൽ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ വ്യൂ കാറ്റഗറിയാണ് കൊടുത്തത്. വ്യൂ കാറ്റഗറീസ് എടുത്തു. ഇവിടെ ദെൻ വ്യൂ നെയിം. ഓക്കെ, ഇനി ഇതിനെ ഡിഫോൾട്ട് ആക്കണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, അപ്ലൈ കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിന് ഓട്ടോമാറ്റിക്കലി അത് വന്നു. അതെങ്ങനെ വന്നതെന്ന് അയോളാം. ഇനി ആ കാറ്റഗറീസ് എങ്ങനെ നമുക്ക് മാറ്റാം എന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പുതിയ സെക്ഷൻ വരയ്ക്കാനായിരിക്കാം. ഈ സെക്ഷനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വർക്കിംഗ് എന്നാണ്. അതായത് ഈ വ്യൂ നെയിം, വ്യൂ കാറ്റഗറി. ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു പേര് കൊടുത്തു. T0 ഷീറ്റ്സ്. കാറ്റഗറി ജസ്റ്റ് T0 വർക്കിംഗ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു കാറ്റഗറി അവിടെ വന്നു അല്ലേ. അപ്പം ഇനിയിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രോയിങ്സ് ഇതിനൊക്കെ എനിക്ക് വേറൊരു ഈ സെയിം കാറ്റഗറിയിലോട്ട് മാറ്റണം എന്ന് വിചാരിക്കാം. ഞാനിവിടുത്തെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷൻ ടെമ്പ് എന്നുള്ളതിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഇതിനെ T0 ഷീറ്റ്സ്, T0 വർക്കിംഗ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ആ എല്ലാ ടെമ്പററി സെക്ഷൻസും ആ ഒരു കാറ്റഗറിയിലോട്ട് അത് മാറി. അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ വ്യൂസിലോട്ട് കറക്റ്റ് നമുക്കത് ഫോളോ ചെയ്ത് കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ബ്രൗസർ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, ഒരു കമ്പനിയിലെ ടെംപ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏത് ടെംപ്ലേറ്റ് ആണ് അപ്ലൈ ചെയ്തത്, അത് എവിടെ പോയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ
അത് വ്യൂസിനെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്ലോർ വൈസ് ആയിട്ടോ, ഇതിന് ഫിൽറ്റർ തന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിനെ ഫ്ലോർ വൈസ് ചെയ്യുക, ഷീറ്റ് നെയിം ചെയ്യുക, വ്യൂ സ്കെയിൽ ചെയ്യുക, അതുപോലെ തന്നെ പലതായിട്ടും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ ഷീറ്റിലും ഇതുപോലെ സെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.